പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരായ കോമാളി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. പരാമർശം രമേശ് പിഷാരടിക്ക് മനോവിഷമം ഉണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പലസ്തീൻ വിഷയത്തിൽ രമേശ് പിഷാരടിയുടെ പരാമർശം സംബന്ധിച്ച രാഷ്ട്രീയമാണ് താൻ പറഞ്ഞത് എന്നും ഡോക്ടർ TM തോമസ് ഐസക് വിശദീകരിച്ചു. ഇന്നലെ 4 കേന്ദ്രങ്ങളിൽ വെച്ച് മാധ്യമപ്രവർത്തകർ പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെക്കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഷാരിഖ് നവാസ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. ഷാരിഖ്, കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിലാണ് ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഖേദപ്രകടനം വരുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ അതൊരു സജീവ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിരുന്നല്ലോ. രാവിലെ രമേശ് പിഷാരടി ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നുവല്ലോ ഷാരിഖ്. ഉന്മേഷ്, അതേ, പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP CPM ഡീലാണ് വിവാദമെങ്കിൽ ഇന്ന് രമേശ് പിഷാരടി, അതായത് ഈ പാലക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ കോമഡി താരം അല്ലെങ്കിൽ കോമാളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതാണ് ഇപ്പോൾ ഇന്ന് ചർച്ച ചൂടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊടുമ്പിരി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രമേശ് പിഷാരടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കാരണം സമരം കൊണ്ടല്ല ഒരു സംസ്കാരം നേടിയെടുക്കുക, അത് സംസ്കാരം തന്നെ ഉണ്ടാവേണ്ടതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രമേശ് പിഷാരടി തോമസ് ഐസക്കിന് മറുപടി നൽകി. എന്നാൽ അല്പസമയത്തിനകം തോമസ് ഐസക്ക് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ പിഷാരടി പറയുന്നു അത്തരത്തിൽ അദ്ദേഹം വല്ലാതായി ഒന്നും അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, എന്തായാലും പറഞ്ഞത് സ്വീകരിക്കുന്നു, ഖേദം പ്രകടിപ്പിച്ചത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് രമേശ് പിഷാരടി അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ. കാരണം ഒരു വശത്ത് BJP CPIM ഡീലും മറുവശത്ത് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ പരിഹസിക്കുന്നു. അതായത് ഇപ്പോൾ അല്പസമയം മുമ്പ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. ഒരു കോമഡി താരത്തെയാണ് കോൺഗ്രസ്, ഒട്ടും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളെയാണ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്, രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്ന് ഉൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അരസംഖ്യ എന്നുൾപ്പെടെ വിളിച്ച് അധിക്ഷേപിക്കുകയുണ്ടായി. അതൊക്കെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ UDFന് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളതും അതേപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളത്. അത്തരത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ഈ വിഷയമാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഉന്മേഷ്, ഷാരിഖ് നവാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.